നമസ്കാരം. ഇന്ന് ഒട്ടും കയ്പില്ലാതെ ഒരു ഉലുവക്കഞ്ഞി അഥവാ ഞവരക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഞവര അരി ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ളത് കൊണ്ട് ഈ അരി വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുട്ടുവേദനയുള്ളവർക്ക് ഈ ഞവര അരിയുടെ കഞ്ഞി നിത്യേന ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മുട്ടുവേദന മാറിക്കിട്ടും. അതുപോലുള്ള അരിയുടെ ഉപയോഗം കുറവ് മൂലമാണ് ഇപ്പം എല്ലാവർക്കും മുട്ടുവേദന. നമുക്ക് തവിടെണ്ണയൊന്നും വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല. ഇതുപോലെ തന്നെ അരി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തവിടിൻ്റെ ഗുണങ്ങൾ കിട്ടും. സന്ധിവേദനക്കും നല്ലതാണ്. പിന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാനെല്ലാം വളരെ നല്ലതാണ് ഈ അരി. അതിനനുസരിച്ച വിലയൊന്നും ഇതിനില്ല. സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇത് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ചില കടകളിലൊന്നും ഇല്ലെങ്കിലും ഇതിപ്പം ധാരാളമായിട്ട് കിട്ടാനുണ്ട്. ഈ തവിടുള്ള അരിയായത് കൊണ്ട് തന്നെ വയറ് നിറച്ച് കഴിക്കും, പിന്നെ പെട്ടെന്ന് ദഹിക്കില്ലല്ലോ. അതുകൊണ്ട് ഷുഗറുള്ളവർക്ക് വയറ് നിറച്ച് ഈ ആഹാരം കഴിക്കാവുന്നതുമാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഉലുവക്കഞ്ഞി. ഇത് രണ്ടും കൂടിയുള്ളൊരു കഞ്ഞിയാണ്. ഒട്ടും കയ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഉലുവക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഷുഗർ കുറക്കാനുള്ള കഴിവുണ്ട്, കൊളസ്ട്രോൾ കുറക്കും, ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അൾസറുള്ളവർക്കും ഇത് കഴിക്കാം കേട്ടോ. അൾസറുള്ളവർ രാത്രി തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ഇട്ട് വെച്ചിട്ട് വെറും വയറ്റിൽ അത് പിഴിഞ്ഞിട്ടോ ഇതിനോടെയോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നെഞ്ചരിച്ചൽ ഇതെല്ലാം ഉള്ളത് ഒരാഴ്ച തുടർച്ചയായി കഴിച്ചാൽ തന്നെ നല്ല മാറ്റം കാണുന്നുണ്ട്. ഞങ്ങളിതെല്ലാം നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സാധനമാണ്. പിന്നെ ഉലുവ പ്രസവിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ 1/2 കിലോ, അതാണ് കണക്ക്. ഒരാൾക്ക് 1/4 കിലോ ഒരാഴ്ച കഞ്ഞി വെച്ച് കുടിക്കും. പിന്നെ 1/4 കിലോ ഞങ്ങൾ ലേഹ്യത്തിലാണ് കൂട്ടുക. ഇപ്പോൾ കഞ്ഞി എല്ലാ രോഗത്തിനും നല്ലതാണ്. കയ്പില്ലാണ്ട് നമുക്ക് വെച്ചാൽ കുട്ടികൾ വരെ നന്നായിട്ട് കുടിക്കും. നല്ല ടേസ്റ്റുള്ളതാണ്. നല്ല രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുള്ളൊരു കഞ്ഞിയാണ്. പിന്നെ ഇത് ഗർഭിണികളും പിന്നെ കൊളസ്ട്രോളിന് ഗുളിക കഴിക്കുന്നവരും കുറക്കുന്നതാണ് നല്ലത്. ഗർഭിണികൾ തീരെ കഴിക്കാൻ പാടില്ല. ചെറിയ കറിയിലെല്ലാം ഉപയോഗിക്കുന്നതല്ലാണ്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഷുഗറുള്ളവരും അങ്ങനെ പിന്നെ ഇതില്ലേ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഗുളികയോടൊപ്പം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകും. അതുകൊണ്ട് അമിതമായിട്ട് കഴിക്കാൻ പാടില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ എന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഇത് വെച്ച് കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഞാൻ കഞ്ഞി ഉണ്ടാക്കാൻ ഒരു 4 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത് ഉലുവ. 1, 2, 3. ആദ്യമായിട്ട് വെക്കുന്നവർ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയേ. ഒരു സാധാരണ 200 ml ഗ്ലാസ്സിന് അരിയും. ഞാൻ 4 ടേബിൾ സ്പൂണിന് ഈ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഒന്നിച്ച് ചേർത്തു കേട്ടോ. പിന്നെ ഇതിന് രണ്ടിനും ഒരേ വേവാണ്. നാടൻ കുത്തരി ഇല്ലേ, ഉണക്കലരി, അത് തവിടോട് കൂടിയത് ഇതിൻ്റെ ഒന്നിച്ച് ഉപയോഗിക്കാം. അതാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പിന്നെ ഉലുവ 1-2 വിസിലടിച്ച് വേവിക്കണം. അതിന് ശേഷം മാത്രമേ കുക്കറിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ആ കുത്തരി ഇടാൻ പാടുള്ളൂ. ഇതിനൊരേ വേവായതുകൊണ്ട് ഒന്നിച്ച് തന്നെ നമുക്ക് കഴുകിയെടുക്കാം. പച്ചരി ആണെങ്കിലും ഉലുവ വെന്തിട്ടാകുമ്പോൾ മാത്രം ഇട്ടാൽ മതി. ഒരു 3 വിസിലടിച്ചിട്ട് ഉലുവ വെന്തതിന് ശേഷം മാത്രം പച്ചരി ഇടുക. ഈ പിന്നെ ഞവര അരിക്ക് നല്ല വേവുള്ളതുകൊണ്ട് രണ്ടും ഒന്നിച്ച് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ ഇതൊരു 4 പ്രാവശ്യം കഴുകി അരിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ്. തിളച്ച വെള്ളമാണെങ്കിൽ വളരെ നല്ലത്. ഇനി നമുക്ക് ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങാപ്പാലെടുത്ത് വെക്കാം. അത്ര സമയം ഇത് ഇവിടുന്ന് കുതിരട്ടെ. മിക്സിയുടെ ജാറിലിട്ടിട്ട് പാലെടുക്കലാണ്. 2 തരത്തിലുള്ള പാലൊന്നും ആവശ്യമില്ല. ഞാൻ ഒരു പാലേ എടുക്കുന്നുള്ളൂ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഞാൻ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി. ഒരു വലിയ മുറി തേങ്ങയുടെ പാലാണ് എടുത്ത് വെച്ചത്.
അത്രയും സമയമാകുമ്പോഴേക്കും നമ്മുടെ ഇത് കുറച്ച് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി കുക്കറിൽ വേവിച്ചെടുക്കാം. പിന്നെ ആ കുതിർത്ത വെള്ളത്തോടെ ഇതിലേക്ക് ഇത് 1.25 ഗ്ലാസ്സാണ് ഉണ്ടാവുക. 1.25 ഗ്ലാസ്സിന് ഒരു 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ആ കുതിർത്ത വെള്ളം കൂടാണ്ട് 5 ഗ്ലാസ് ഒഴിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞു പോകാൻ പാടില്ല. കുറഞ്ഞും കൂടിയും പോണ്ട. 2 3 ഗ്ലാസ് 4 ഏകദേശം 1 ഗ്ലാസ് വെള്ളം അതിലുണ്ടാവും. ഞാൻ എന്നിട്ട് 5 ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. അധിക സമയം കുതിർക്കാതെ പിന്നെ ഉലുവയും അരിയാന്നല്ലോ, അതുകൊണ്ട് 5 ഗ്ലാസ് കൃത്യം ഒഴിച്ചിന്. പിന്നെ നമുക്ക് കുക്കർ അടച്ചിട്ട് വേവിക്കുക. 50 കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായും കഴിക്കേണ്ടതാണിത്. രോഗപ്രതിരോധത്തിനും ഒരു ഉൾക്കരുത്തിനും ഒരു ശക്തിക്കെല്ലാം വളരെ നല്ലതായത്. ഒരു വിസിലടിച്ചു കേട്ടോ. ഒന്നടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിന്. ഇനി 2 വിസിലും കൂടി അടുപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്യലാണ്. പ്രഷർ കുറയുമ്പോഴേക്കും ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഈ മരുന്ന് കഞ്ഞിയിൽ ഞാൻ ഉള്ളി ജീരകം ഒന്നും ചേർക്കുന്നില്ല. ഞങ്ങൾ കറിയിൽ ധാരാളം കഴിക്കുന്നതാണല്ലോ ചെറിയ ഉള്ളിയും ജീരകമൊക്കെ. ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ഉള്ളി 4 എണ്ണം, ഒരരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ഉണക്കമുളക് ചുട്ടിട്ട് കഴുകിയെടുത്തതാണ്. അടുപ്പിലേക്ക് പിന്നെ തേങ്ങ, ഉപ്പ്, എന്തുപ്പാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ ഉപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനൊരു 2 അണി വെല്ലം അരിയിച്ചെടുക്കുന്നുണ്ട്. പ്രഷറെല്ലാം കുറഞ്ഞ് ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മൾ ഈ കുക്കർ തുറന്ന് നോക്കുന്ന സമയത്ത് വേവ് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിലുണ്ടല്ലോ, ഇളക്കൊന്നും ചേറും മല്ലനെ കണയുണ്ടൊന്നിങ്ങനെ അനക്കി നോക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ആദ്യം വിസിലടുപ്പിക്കണം. വേവാതെ ഒരിക്കലും കുത്തി ഉടച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ. ഇത് വേവുള്ള അരിയാണ്, അതുകൊണ്ടാണ് പറയണ്ടേ. വെള്ളം കണ്ട നല്ല കൃത്യം 1.25 ഗ്ലാസ്സിന് ഞാൻ ഈ കുതിർത്ത വെള്ളവും 5 ഗ്ലാസ് വെള്ളവുമാണ് ചേർത്തത്. ഇതാ വളരെ കൃത്യമായിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് മഞ്ഞൾപ്പൊടി ഇടണം. മരുന്ന് കഞ്ഞിയല്ലേ. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കല്ലുപ്പാണ് ഇട്ടത്. എന്തുപ്പുണ്ടെങ്കിൽ എന്തുപ്പിട, ഏതുപ്പാണെങ്കിലും നിങ്ങളെ സൗകര്യം പോലെ ഇടാം. എന്നിട്ടൊന്ന് ഇളക്കാം. തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ 2ാം പാലാക്കുന്നവർക്ക് അന്നേരം ഇത് ഒഴിച്ച് കൊടുക്കുക. ഇളക്കി ഉടക്കാനൊന്നുമില്ല, നല്ലോണം വെന്തിന് കേട്ടോ. നമ്മുടെ ശർക്കര വെള്ളം ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്. നമുക്ക് മധുരം ഇല്ലാണ്ടാ വേണ്ടിക്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഞാനിന്ന് കുറച്ച് മധുരമാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. മഴയെല്ലാം ആകുമ്പോൾ ഒരു മധുരപ്പായസം കുടിക്കാൻ ആഗ്രഹം. ഞാൻ പിന്നെ ജീരകവും ഉള്ളിയൊന്നും ചേർക്കാത്തത് അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് അധികം കുടിക്കാൻ കഴിയും. ഇതാകുമ്പോൾ വയറ് നിറഞ്ഞാലും ടേസ്റ്റ് മാറുകയില്ല. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇത് നല്ല കൊഴുത്തിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല, കുറച്ച് വെള്ളമായിട്ടാണ് വേണ്ടത്. തേങ്ങാപ്പാൽ എടുത്തിട്ട് വരട്ടെ. ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിന്. 1 ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിന്. പിന്നെ ഇതൊരു 2 ആഴ്ച കുടിക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ്. ആരോഗ്യത്തിന് നല്ലതാണ്. സന്ധിവേദനയും നടുവേദനയൊന്നും പിന്നെ ഉണ്ടാവുകയില്ല. നടുവേദനയ്ക്ക് നല്ലൊരു പരിഹാരമാണ് ഉലുവക്കഞ്ഞി. തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ 1 ഗ്ലാസ് അരിക്ക് 2 ടേബിൾ സ്പൂണ് ഉലുവ ചേർക്കുക.
അത് പിന്നെ കൂട്ടി 14-ാമത്തെ ദിവസമാകുമ്പോഴേക്കും ഇതേപോലെയാക്കി. എനിക്ക് കയ്പൊന്നും ഉണ്ടാവില്ല. ഞാൻ മധുരിട്ടത് എനിക്കിന്ന് ഒരു പായസം കുടിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ്. ഇതിൽ ഏലക്കായ അങ്ങനത്തെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഏലക്കായെല്ലാം ചേർത്ത് നമുക്ക് അധികം കുടിക്കാൻ പറ്റില്ല. ഇത് നമുക്കിപ്പം ഇന്ന് വൈകുന്നേരം ഞാനിത് വെച്ചിട്ടുള്ളത് വൈകുന്നേരത്തെ ഭക്ഷണമായി. പിന്നെ രാത്രി ഭക്ഷണമൊന്നും കഴിക്കണ്ട, രാവിലെ കഴിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഉണ്ടാക്കാൻ മറക്കല്ലേ, തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഒരു ദിവസം കുടിച്ചാൽ നിങ്ങൾ നെയ്യ് കണ്ടോ, നെയ്യ് അസ്ഥികൾക്കെല്ലാം പിന്നെ തേയ്മാനമുള്ളവർക്കെല്ലാം വളരെ നല്ലതാണ്. പശുവിൻ നെയ്യ് 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ഒരു അരുവൊന്ന് തിളക്കുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ തന്നെ പിന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണേ. തേങ്ങ ഇങ്ങനെ ഞെരടി ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ. ഈ ഒരു വെള്ളമാക്കണം കേട്ടോ. ഇതാണ് ഇങ്ങനെയുള്ളതാണ് കുടിക്കാൻ നല്ല ടേസ്റ്റ്. പ്ലേറ്റിൽ വിളമ്പുമ്പോൾ കുറച്ച് ഉറക്കും, അന്നേരം നല്ല രസമാണ് ഒരു കുടിക്കാൻ ഉണ്ടാകും. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ പകുതി കഞ്ഞിയും മധുരം ഇടാണ്ടും ആക്കാമെന്ന് വിചാരിച്ചിന്. ചമ്മന്തി ചിലവർ പ്രഥമനും പിന്നെ ചമ്മന്തി നാരങ്ങക്കറിയെല്ലാം കൂട്ടുമല്ലോ, അതുപോലെ ഞാൻ ചമ്മന്തി പകുതി മധുരമില്ലാണ്ടെന്ന് വെച്ചിട്ട് അരച്ചതാണ്. അരികന്ന് തിളക്കുന്നുണ്ട്, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. നമ്മുടെ ഞവരയരിക്കഞ്ഞി അഥവാ ഉലുവക്കഞ്ഞിയും പിന്നെ ചമ്മന്തിയെ നല്ല എരിവെല്ലാം ഉണ്ട്, കാണാൻ കളറില്ലാന്നേ ഉള്ളൂ. ഞവരയരി കിട്ടിയില്ലെങ്കിലും ഉണ്ടാക്കാൻ മടിക്കണ്ട. പിന്നെ തുടർച്ചയായിട്ട് ഒരു 14-15 ദിവസം കുടിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ കമൻസിലൂടെ അറിയിക്കണേ. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.